കോഴിക്കോട് ഫറൂഖ് ESI ആശുപത്രിയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അവഗണന. 2 കോടിയോളം രൂപയ്ക്ക് ESI കോർപ്പറേഷൻ വാങ്ങിയ CT സ്കാൻ യന്ത്രം കേടാകാൻ കാരണം ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് മൂലമെന്ന വിവരാവകാശ രേഖ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രമ്യാദാസ് ചേരുകയാണ്. രമ്യ, ESI ആശുപത്രികളുടെ, അത് അങ്ങോളം ഇങ്ങോളം ആശുപത്രികളുടെ തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തതുമാണ്. കോഴിക്കോട് ഫറൂഖിലെ സ്ഥിതിയും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല, അല്ലേ? തീർച്ചയായും KP, ഈ ഫറൂഖിലെ ESI ആശുപത്രിയോടാണ് ഇത്തരത്തിൽ ഈ ഒരു സർക്കാരിന്റെ അവഗണന. ഇപ്പോഴും തികഞ്ഞ അവഗണന തന്നെയാണ് സർക്കാർ കാണിക്കുന്നത്. അതായത് ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഈ ESI കോർപ്പറേഷൻ 2016 ഇവിടേക്ക് ഒരു CT സ്കാൻ മെഷീൻ വാങ്ങി ആശുപത്രിക്ക് നൽകിയത്. ഈ 2016 ഈ ഒരു CT സ്കാൻ മെഷീൻ വാങ്ങി നൽകിയിട്ട് 6 വർഷം മാത്രമാണ് ഈ CT സ്കാൻ മെഷീൻ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നെ അതിനുശേഷം ഈ മെഷീൻ പ്രവർത്തിച്ചിരുന്നില്ല. ഇതിന് കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിക്കുന്നത്. അതായത് 2020 സെപ്റ്റംബർ വരെ മാത്രമാണ് ഈ അൾട്രാസൗണ്ട് സ്കാനർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണം ചോദിച്ചപ്പോഴാണ് ഇതിലെ മറ്റുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് ഈ മെഷീൻ പ്രവർത്തിക്കാൻ റേഡിയോളജിസ്റ്റിന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ മൂലം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ അൾട്രാസൗണ്ട് സ്കാനർ അതായത് പ്രവർത്തനരഹിതമാകാൻ, ഈ മെഷീൻ പ്രവർത്തനരഹിതമാകാൻ കാരണമായത് അതായത് ഈ ഒരു സ്കാനിങ്ങിന്റെ പ്രവർത്തിപ്പിക്കാനുള്ള ജീവനക്കാർ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ജനം TVക്ക് വിവരാവകാശ രേഖ മൂലം ലഭ്യമാകുന്നത്. അപ്പോൾ ഇതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഏകദേശം 5 വർഷം മുന്നേ ഈ ജീവനക്കാരൻ VRS എടുത്ത് ഇവിടെ നിന്ന് പോയി. എന്നാൽ തുടർന്ന് ഇത്തരത്തിലൊരു ജീവനക്കാരെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഏകദേശം ഈ 2016 ഈ മിഷൻ ഇവിടെ സ്ഥാപിക്കുന്നു, 2020 വരെ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ ഒരു പിന്നീട് നടന്ന വർഷങ്ങളെല്ലാം 2020 ശേഷം 26 ഈ 6 വർഷത്തോളമായി ഈ സ്കാനർ പ്രവർത്തിക്കുക. അതായത് നമുക്കറിയാം ESI ആശുപത്രിയെ സംബന്ധിച്ച് ഏറ്റവും നിർധനരായ രോഗികളാണ് ഇത്തരത്തിലൊരു ആശുപത്രിയെ സമീപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മെഷീൻ നൽകിയിട്ട് പോലും, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ കണ്ടുപിടിക്കാനും ഈ സ്കാനിങ്ങിനുമെല്ലാമുള്ള മെഷീൻ കേന്ദ്ര സർക്കാർ നൽകിയിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ തികഞ്ഞ അലംഭാവമാണ് ഇത്തരത്തിൽ ഒരു ജീവനക്കാരനെ നിയമിക്കാതെ ചെയ്തതെന്നുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം വിവരമാണ് നമുക്ക് വിവരാവകാശ രേഖ മൂലം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ വന്ന ഈ ഒരു പോസ്റ്റ് ഇത് നികത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിന് ഇതുവരെ ആയിട്ടും തയ്യാറില്ല. 6 വർഷത്തോളമായി ഈ മിഷൻ ഇവിടെ പ്രവർത്തിക്കാതെ കിടക്കുന്നു. തന്മൂലം തന്നെ ഇത് കേടാവുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി നീങ്ങിയിട്ടുണ്ട്. കാരണം ഈ CT സ്കാൻ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ തന്നെ കൃത്യമായി യന്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ 24 മണിക്കൂറും AC പ്രവർത്തിപ്പിക്കണമെന്നാണ് നിയമം. കാരണം എങ്കിൽ മാത്രമാണ് ഈ മിഷൻ കേടാകാതിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതിനത്തിലും വലിയൊരു തുക തന്നെയാണ് സംസ്ഥാന സർക്കാരിന് നൽകാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, തികഞ്ഞ അലംഭാവം സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു ജീവനക്കാരെ നിയമിക്കാത്തത് മൂലമാണ് ഇത്തരത്തിലൊരു യന്ത്രം പ്രവർത്തിപ്പിക്കാതെ കേടാകേണ്ടി വന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. KP രമ്യാദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.